നമസ്തേ. ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഹിന്ദി പ്രചാര സഭ നടത്തുന്ന സാഹിത്യാചാര്യ ഭൂഷൺ ഓറൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മോഡലാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് സാഹിത്യാചാര്യ സെക്കൻഡ് പാർട്ടിൻ്റെ ടെസ്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ടെസ്റ്റുകളും ഏതൊക്കെ പേപ്പറാണെന്നുള്ള കാര്യം നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. സാഹിത്യാചാര്യയ്ക്ക് ഫസ്റ്റ് പേപ്പറിൽ വരുന്നത് ആദിനി കഹാനിയാം അക്കേലി ആവാസ് ഗദ്യപ്രഭ. രണ്ടാമത്തെ പേപ്പറിൽ വരുന്നത് ആഷാഢ കാ ഏക് ദിൻ അഭിനവ് ഏകാംഗി സംസ്മരണ രേഖാചിത്ര. തീസര പത്രത്തിൽ വരുന്നത് പ്രാചീന പദ്യ സംഗ്രഹ് കാവ്യ കലശ് സാകേത്. ഇത്രയാണ് ഫസ്റ്റിൽ വരുന്നത്. ഇപ്പോൾ ഫസ്റ്റിൽ 3 പേപ്പർ, സെക്കൻഡിൽ 4, 5, 6, 7, 8, മൊത്തം സെക്കൻഡും തേർഡും കൂടെ 4 പേപ്പറാണ്. അപ്പോൾ 14 പത്ര അതിൽ വരുന്നത് ഹിന്ദി ഭാഷാ കെ വിവിധ രൂപ ഭാഷകി കെ പ്രാരംഭിക വിദ്വാന് കാവ്യശാസ്ത്ര അനുവാദമാല. അതാണ് 5ാമത്തെ പേപ്പറിൽ വരുന്നത്. 6ാമത്തെ പേപ്പറിൽ വരുന്നത് ഹിന്ദി സാഹിത്യക ഇതിഹാസ് സത്യ കെ പ്രയോഗ്. ഹിന്ദി സാഹിത്യ തൃതീയ ഖണ്ഡിൽ വരുന്നത്. 3ാമത്തെ ഖണ്ഡിൽ വരുന്നത് 7വാം പത്ര പ്രയോജൻ മൂല ഹിന്ദിയും കാവ്യപ്രദീപ്. പിന്നെ 8വാം പത്രത്തിൽ വരുന്നത് മലയാള ഗദ്യമഞ്ജരി, മലയാള കാവ്യമഞ്ജരി. പിന്നെ അതുപോലെ തന്നെ പ്രോജക്റ്റ് ഉണ്ട്, പിന്നെ വൈവയുണ്ട്. അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്നത്. അതുപോലെ തന്നെ ഹിന്ദി ഭൂഷൺ വൈവക്കാർക്കുള്ളതാണെങ്കിൽ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് കഹാനി നിർമ്മല പ്രതിനിധി ഏകാംഗി അഗ്നിഷിക. ദൂസര പത്രത്തിൽ വരുന്നത് ഗദ്യ സരോവർ കാവ്യസങ്കലൻ പഞ്ചവടി. 3ാമത്തെ പേപ്പറിൽ വരുന്നത് അനുവാദത തുലനാത്മക അധ്യായം അനുവാദമാല. അപ്പോൾ ഭൂഷൺ ഫസ്റ്റ് പാർട്ടിന് 3 പേപ്പറാണ് ആദ്യത്തെ ഇയറിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ ഗ്രാമറൊക്കെ ചോദിക്കാം, വാക്യത്തിൽ പ്രയോഗിക്കാൻ ചോദിക്കാം. പിന്നെ ക്രിയാപദ, സർവനാമ, സജ്ഞ, ശബ്ദ്, പദ്, ഇതൊക്കെ വായിച്ചു വയ്ക്കുക. വാച്യ, ഉപസർഗ, സമാസ്, സന്ധി, വാക്യ. പിന്നെ പ്രാചീന കവികളാണ് കബീർ, സൂർ, തുളസി, രഹിമ. അപ്പോൾ അവരുടെ ആരെങ്കിലും കുറിച്ച് പറയാൻ ചോദിക്കും. പിന്നെ അതുപോലെ അവരുടെ ദോഹയോടെ പഠിച്ചു വയ്ക്കാം. സൂർദാസിനെ കുറിച്ചും ചോദിക്കാം. കബീർദാസിനോട് ദോഹയുണ്ട്. ഇതിലേതെങ്കിലും ഒരു ദോഹ കാണാതെ പറയാനും അതിൻ്റെ ആശയം പറയാനും പഠിക്കുക. കബീർദാസിനെ കുറിച്ചും ചോദിക്കാം. പിന്നെ വരുന്ന ചെറിയ ഗ്രാമർ, അത് ഹിന്ദി തന്നിട്ട് മലയാളത്തിൽ പറയാനോ അല്ലെങ്കിൽ മലയാളത്തിൽ തന്നിട്ട് ഹിന്ദി പറയാനൊക്കെ ചോദിക്കും. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതുപോലെ അര, കാല്, മുക്കാൽ അതൊക്കെ ചോദിക്കാം. പിന്നെ വർഷങ്ങൾ ചോദിക്കാം. ഇപ്പോൾ 2026 അപ്പോൾ 2026 എന്ന് പറയാം. പിന്നെ ഏക് ദോ തീനൊക്കെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഓറലിന് വരുന്നത്. പിന്നെ സെൽഫ് ഇൻട്രൊഡ്യൂസ് നിങ്ങളെക്കുറിച്ച് പറയാനും പഠിക്കുക. പിന്നെ നിങ്ങളിപ്പോൾ എന്താണ് പഠിക്കുന്നത്, എവിടെയാണ് പഠിക്കുന്നത്, ഏത് ടെസ്റ്റാണ് പഠിക്കുന്നത്, ഏത് വിദ്യാലയമാണ് പഠിക്കുന്നത്, അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാം. ഓക്കെ. അപ്പോൾ വൈബയ്ക്ക് പോകുന്ന എല്ലാവരും ഈ ഒരു മോഡലും കൂടെ നോക്കിയിട്ട് പോവുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും അറിയിക്കുക.